ഇതുവരെ പ്രധാനമന്ത്രിമാർ ഔദ്യോഗിക പരിപാടിക്ക് കേരളത്തിലെത്തുമ്പോൾ സർക്കാരിന്റെ പ്രതിനിധികൾ ഔദ്യോഗികമായി സ്വീകരിക്കുകയാണ് പതിവ്. എന്നാൽ ഇതാദ്യമായി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വീകരിക്കാനില്ലെന്ന് മാത്രമല്ല, ഉണ്ടാകില്ല എന്ന് കൃത്യമായി PMOയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നു. എയർപോർട്ടിൽ സാധാരണ ഹസ്തദാനം നൽകി സ്വീകരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാറുള്ളതാണ്. പക്ഷേ എന്നാൽ ഇത്തരമൊരു പ്രതിഷേധത്തിന് കാരണമായത് വളരെ കൃത്യമായി പൊതുമരാമത്ത് മന്ത്രി ഏറെ പാടുപെട്ട, ഏറെ പണിയെടുത്ത ദേശീയപാത 66 കഥ പറയുമ്പോൾ അത് പൂട്ടിപ്പോയ ഒരു ദേശീയപാതയായിരുന്നു. NHA ഇവിടെ നിന്നും ഓഫീസ് പോലും ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ എന്നാൽ പിന്നീട് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി കാണുന്നു. അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ പലകുറി കാണുന്നു, റിയാസ് കാണുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം. ആ തുടക്കത്തിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ കേരളത്തിലെ പൊതുമരാമത്തിനെ പാടെ അവഗണിച്ചു എന്നുള്ളതാണ് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIMന്റെ മന്ത്രിമാർ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മന്ത്രിമാർ, ജനപ്രതിനിധികൾ വിട്ടുനിൽക്കുന്നു പരിപാടിയിൽ നിന്നും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിയാസ് സമാനമായ രീതിയിൽ ഒരു പ്രതിഷേധ റോഡ് ഷോ ഇന്ന് നടത്തുന്നു. രാമനാട്ടുകരയിൽ നിന്നും വെങ്ങളത്തേക്ക് കാസർഗോഡ് അതിർത്തിയിൽ മറ്റൊരു പ്രതീകാത്മക ഉദ്ഘാടനം നടക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, പ്രതിപക്ഷം പോലും മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ ഏതെങ്കിലും രീതിയിൽ എതിർക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, PK കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാവ് പറഞ്ഞത് ചീപ്പായി പോയി ഈ നടപടി എന്നുള്ളതാണ്. അതായത് കേന്ദ്രം ഇങ്ങനെ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു എന്നും. മന്ത്രി റിയാസ് പറഞ്ഞത് ഇത് കേരളത്തിൻ്റെ പ്രശ്നമാണ്, കേരളത്തെ അപമാനിക്കലാണെന്നാണ്. അത് കഴിഞ്ഞ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നു. അങ്ങനെ നേതാക്കളെല്ലാം ഏകരൂപത്തിൽ പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നു. വ്യത്യസ്തമായ പ്രതികരണം വന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ്റേതാണ്. അദ്ദേഹം പറഞ്ഞത് കുടുംബത്തെ മൊത്തത്തിൽ വിളിക്കാൻ പറ്റില്ല, അത് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഉപയോഗിച്ച പദം കടമെടുത്താൽ മരുമകനെ വിളിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ സർക്കാരിന് എഡ്ജ് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സായാഹ്നത്തിൽ ഈ വിവാദത്തെ വിലയിരുത്തുമ്പോൾ. കാരണം പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു ദേശീയപാതയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി, പ്രാദേശിക ഏകോപന ചുമതല. മന്ത്രി റിയാസ് അതിനുവേണ്ടി ഒരുപാട് പാടുപെട്ടതുമാണ്. അവരെ ഒഴിവാക്കുമ്പോൾ, പൊതുമരാമത്ത് വകുപ്പിനെ ഒഴിവാക്കുമ്പോൾ പൊതുവിൽ അത് കേന്ദ്ര സർക്കാരിനെതിരായ കേരളത്തിലെ വികാരപ്രകടനമാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചു. അതിൽ മുഖ്യമന്ത്രിയുടെ വിട്ടുനിൽക്കൽ, മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതിൽ നിന്ന് പോലും ആദ്യമായി മാറുന്നത് ഒക്കെ രാഷ്ട്രീയമായ ഒരു പോർമുഖം തെരഞ്ഞെടുപ്പ് വേളയിൽ തുറക്കുകയാണ്. നേരത്തെ GST കുടിശ്ശികയിൽ കേന്ദ്ര സഹായത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായ രാഷ്ട്രീയ പോർമുഖമാണ് തുറന്നത്. അനുജ.